മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. വാഹനം വഴിമാറ്റുന്നതിനെ ചൊല്ലി സുരേഷ് ഗോപിയുടെ മകനും KPCC അംഗവും തമ്മിൽ വാക്ക് തർക്കം. മാധവ് സുരേഷും വിനോദ് കൃഷ്ണയും തമ്മിലായിരുന്നു തർക്കം. രാത്രി 11 മണിയോടെ തിരുവനന്തപുരം ശാസ്തമംഗലത്ത് നടുറോട്ടിൽ വെച്ചായിരുന്നു തർക്കം. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു. സൂര്യ, സുരേഷ് ഗോപിയുടെ മകനും KPCC അംഗവും തമ്മിലാണ് ഈ ഒരു വാക്കുതർക്കമുണ്ടായി. ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായത്. ഈ ഒരു വാഹനം വഴിമാറ്റുന്നതിനെ ചൊല്ലിയാണ് തർക്കം എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ഇന്നലെ രാത്രി 11 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ശാസ്തമംഗലത്ത് നിന്ന് വെള്ളയമ്പലത്തേക്കാണ് മാധവ് സുരേഷ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ വിനോദ് കൃഷ്ണ തിരിച്ച് ഇങ്ങോട്ട് വരികയായിരുന്നു. അതിനിടയിൽ വിനോദ് കൃഷ്ണ യു-ടേൺ എടുത്തത് സമയത്ത് മാധവ് കൃഷ്ണയുടെയും അതുപോലെ തന്നെ വിനോദ് കൃഷ്ണയുടെയും വാഹനങ്ങൾ അത് ഇടിക്കുന്ന രീതിക്ക് വന്നു എന്നതിനെ ചൊല്ലിയാണ് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായത്. വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ടില്ല, അപകടമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇടിക്കുന്ന തരത്തിലേക്ക് എത്തിയത് ചൊല്ലി രണ്ടുപേരും വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. മാധവ് സുരേഷ് മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണം അത് വിനോദ് കൃഷ്ണ ഉന്നയിച്ചു. പിന്നീട് ഇരുവരും തമ്മിൽ ഏകദേശം 15 മിനിറ്റോളം നടു റോഡിൽ വലിയ തർക്കങ്ങൾ ഉണ്ടായി. സമീപത്തൊക്കെ തന്നെ തട്ടുകടകളിൽ ഭക്ഷണം കഴിക്കാൻ വന്നവരൊക്കെ തന്നെ പിന്നീട് ആളുകളൊക്കെ തന്നെ ഈ തർക്കത്തെ ചൊല്ലി അവിടെ കൂടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പോലീസ് സ്ഥലത്തെത്തി മാധവ് സുരേഷിനെയും അതുപോലെ തന്നെ വിനോദ് കൃഷ്ണയെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇരുവരും സംസാരിച്ച് രമ്യതയിൽ എത്തുകയായിരുന്നു. രണ്ടുപേരെയും മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധന പോലീസ് നടത്തി. ഇരുവരും മദ്യപിച്ചിട്ടില്ല എന്നുള്ളത് പോലീസ് കണ്ടെത്തി. തുടർന്ന് രണ്ടുപേരും തമ്മിൽ സംസാരിച്ച് അവർ ആലിംഗനത്തിലേക്ക് എത്തുകയായിരുന്നു. കേസ് എടുക്കണ്ട എന്നുള്ള തീരുമാനത്തിൽ രണ്ടുപേരും എത്തിയതിനെ തുടർന്ന് പോലീസ് രണ്ടുപേരെയും വിട്ടയച്ചു. പക്ഷേ രാത്രി ഏറെ വൈകി 12 മണിയോളമായപ്പോൾ രണ്ടുപേരെയും പോലീസ് വിട്ടയക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ കാരണത്തെ ചൊല്ലി വാഹനം വഴിമാറ്റുന്നതിനെ ചൊല്ലി റോഡിൽ ഇരുവരും വലിയ തർക്കത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ആളുകളൊക്കെ തന്നെ ആ സമയത്ത് അവിടെ കൂടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇരുവർക്കുമെതിരെ കേസ് ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. രണ്ടുപേരും സ്റ്റേഷനിൽ വെച്ച് തന്നെ സംസാരിച്ച് കേസെടുക്കണ്ട എന്നുള്ള തീരുമാനത്തിൽ എത്തിയതോടു കൂടിയാണ് പിന്നീട് ഈ തർക്കം അവസാനിച്ച് ഇരുവരും പിരിഞ്ഞുപോയത്. ശരി, വാഹനം വഴിമാറ്റുന്നതിനെ ചൊല്ലി സുരേഷ് ഗോപിയുടെ മകനും KPCC അംഗവും തമ്മിൽ വാക്ക് തർക്കം. മാധവ് സുരേഷും വിനോദ് കൃഷ്ണയും തമ്മിലായിരുന്നു തർക്കം. രാത്രി 11 മണിയോടെ തിരുവനന്തപുരം ശാസ്തമംഗലത്ത് നടുറോട്ടിൽ വെച്ചാണ് തർക്കമുണ്ടായത്. സൂര്യ ഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്.